ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മലയാലപ്പുഴയിലാണ്. മലയാലപ്പുഴ തൊഴാനെത്തി. അന്നേരം രാജൻ്റെ തറയിലൊന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇപ്പം രാജൻ്റെ തറയിലാണ് ഉള്ളത്. രാജന് ഇപ്പോൾ മതപ്പാട് കാലമാണ്. മതപ്പാട് കാലം തുടങ്ങി കഴിഞ്ഞ ഫെബ്രുവരി ആദ്യം കെട്ടുകയാണ് ഉണ്ടായത്. ഇപ്പം രാജൻ്റെ മതപ്പാടിലുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തിരുവമ്മണ്ടൂർ ആന നിന്നിരുന്നത്. അന്നും വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു. നാട്ടാനകളിൽ ഒരുപക്ഷെ ഏറ്റവും ദൈർഘ്യമേറിയ മതപ്പാട് കാലം രാജൻ്റേതായിരിക്കും. ഏകദേശം 8-8.5 മാസം ദൈർഘ്യമാണ് രാജൻ്റെ മതപ്പാട് കാലം. കഴിഞ്ഞ സീസണിൽ തിരുവമ്മണ്ടൂർ വെച്ചായിരുന്നു ആന മതപ്പാടിലായത്. ഫെബ്രുവരി 15 ആനയെ കെട്ടി ഈ നവംബറിലാണ് അഴിച്ചത്. ഇത് 3 മാസമാണ് ഈ പ്രാവശ്യം ആന സീസണിൽ പരിപാടികൾ എടുത്തത്. നവംബർ, ഡിസംബർ, ജനുവരി ഈ 3 മാസം. അത് കഴിഞ്ഞ് ഫെബ്രുവരി ആദ്യക്ക് തന്നെ കെട്ടുകയും ചെയ്തു. മലയാലപ്പുഴയിൽ ഇപ്പോൾ വെള്ളത്തിന് നല്ല ക്ഷാമമുള്ള സമയമാണ്. അതായത് വേനൽ കടുത്തതോടുകൂടി എല്ലാ കിണറുകളിലെയും വെള്ളം വറ്റി. പിന്നെ ലോറിയിൽ അടുപ്പിക്കുകയാണ്. രാജൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് ലോറിയിൽ ടാങ്കിൽ അടുപ്പിക്കുകയാണ്. പിന്നെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കണക്ഷനുമുണ്ട്. ഈ 2 മാർഗങ്ങൾ വഴിയാണ് രാജൻ്റെ കാര്യങ്ങൾക്കുള്ള വെള്ളം സമാഹരിക്കുന്നത്. കഴിഞ്ഞ തവണ തിരുവമ്മണ്ടൂരായിരുന്നപ്പം വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. അവിടെ നല്ല രീതിയിൽ എപ്പോഴും വെള്ളത്തിന് നല്ല ലഭ്യമായിരുന്നു. മലയാലപ്പുഴയിൽ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഉത്സവകാലത്ത് രാജൻ മിക്കപ്പോഴും മതപ്പാടിലായിരിക്കും. കഴിഞ്ഞ 5-8 വർഷമായിട്ട് രാജൻ 1-2 ഉത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളൂ. മലയാലപ്പുഴയിലെ ഉത്സവത്തിൽ മിക്കവാറും രാജൻ മതപ്പാടിലായിരിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ മുമ്പും ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ശബരിമല അയ്യപ്പൻ്റെ തിടമ്പ് കൂടുതൽ തവണ ഏറ്റിയിട്ടുള്ളത് രാജനാണ്. അതായത് ഏകദേശം 10-20 തവണ പോയിട്ടുണ്ടെന്നാണ് അറിവ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അത്രയും തവണ രാജൻ ശബരിമലയിൽ പോയത് വൃശ്ചികം, മകരവിളക്ക് ആ സീസണിലാണ് ശബരിമല നേരത്തെ ഉത്സവം നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഏപ്രിൽ പൈങ്കുനി ഉത്രത്തോടനുബന്ധിച്ച് ഉത്സവം നടത്തുന്നത്. അതായത് ശബരിമലയിലെ തിരക്കൊക്കെ കാരണം ഉത്സവത്തിൻ്റെ സമയം മാറ്റിയതുണ്ടായി. അങ്ങനെയാണ് രാജന് പിന്നെ പോകാൻ പറ്റാതെ ഇരുന്നത്. കൂടുതലായിട്ട് ഒന്നും പറയാനില്ല. ഞാൻ എപ്പോഴും രാജൻ്റെ വീഡിയോസ് ഇടുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആനകളിലൊന്നാണ് രാജൻ. പിന്നെ ഞങ്ങളുടെ ക്ഷേത്രത്തിൽ എൻ്റെ ചെറുപ്പം മുതലേ രാജൻ വന്നിട്ടുണ്ട്. പിന്നെ ദിവസത്തിൻ്റെ ഗ്രൂപ്പ് മാറിയൊക്കെ ആനകളെ വിടാതായതോടുകൂടിയാണ് രാജൻ പിന്നെ വരാതായത്. കഴിഞ്ഞ തവണ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയാണ് രാജൻ്റെ വീഡിയോ യൂട്യൂബിലിട്ട് തുടങ്ങിയതാണ് ഇത്. അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത്. ആദ്യമായിട്ടിടുന്നത് രാജൻ്റെ വീഡിയോസാണ്. അന്നേരം അങ്ങനെ രാജനോട് നല്ലൊരു ഇഷ്ടം തോന്നി. രാജന് നല്ലൊരു നീരുകാലം ആശംസിക്കുന്നു. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനെത്ര വരെ
ചെല്ലേ അടയ്ക്ക് ചെല്ലേ. വെള്ളം വരുന്ന പിന്നെ ഓടിക്കത്തില്ലയോ? വെള്ളം ഓടിക്കുന്നില്ലയോ? പിന്നെ ഇനി അത് വെക്കത്തില്ല. പിന്നെ അവിടെ നിൽക്കുന്ന ശ്രദ്ധ ഇല്ലാതെ അല്പം